ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരളത്തിലുള്ള ആബാലവൃദ്ധം ജനങ്ങളും ജാതി മത വർഗ വ്യത്യാസമില്ലാതെ ഏറെ സന്തോഷിച്ച 2 യാത്രകളാണ് കേരളത്തിലൂടെ കടന്നുപോയത്. ഒരു യാത്ര ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിച്ച യാത്രയായിരുന്നു. മറ്റൊരു യാത്ര ശൈഖുന കാന്തപുരം ഉസ്താദ് നയിച്ച യാത്രയാണ്. ശശികലയെ പോലെയുള്ള നൗഷാദിനെ പോലെയുള്ള വിഷപ്പാമ്പുകൾക്ക് മാത്രമാണ് കൃമികടിച്ചിട്ടുള്ളത്. ആ കൃമികടി കേരള ജനത തള്ളിക്കളയുകയും ചെയ്തു. ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ പ്രമേയം ലോക ജനത ചർച്ച ചെയ്യപ്പെടുകയാണ്. കേരള യാത്ര അവസാനിച്ചെങ്കിലും ആ പ്രമേയം ഇപ്പോഴും ഉദ്യോഗസ്ഥന്മാരും ഭരണാധികാരികളും സാധാരണക്കാരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ബഹുമാനങ്ങളും ആദരവുകളും നിലനിർത്തിക്കൊണ്ട് തന്നെ മഹാനായ ജിഫ്രി മുത്തുക്കോയ തങ്ങളോട് പറയട്ടെ, അനവസരത്തിലുള്ള ഒരു സംസാരമായി പോയി അങ്ങയുടെ വാക്കുകൾ. അങ്ങയിൽ നിന്ന് ഒട്ടും ഞങ്ങൾ ഈ വർത്തമാനം പ്രതീക്ഷിച്ചതല്ല. പ്രത്യേകിച്ച് ഈ സമയത്ത് യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ഐക്യപ്പെടാൻ പറ്റുന്നിടത്തൊക്കെ ഐക്യപ്പെട്ടുകൊണ്ടുള്ള യാത്രകളാണ് 2 വിഭാഗം സുന്നികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നബിദിനാഘോഷങ്ങളിലും മറ്റു പല പരിപാടികളിലും പള്ളി ഉദ്ഘാടന വേളകളിലൊക്കെ നല്ല സൗഹാർദ്ദത്തോടെ സന്തോഷത്തോടെ മുമ്പൊന്നും കാണാത്ത മനോഹരമായ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ മനോഹരമായ കാഴ്ചകൾക്ക് ഭംഗം വരുത്തുന്ന വിധത്തിലുള്ള ഒരു സംസാരമായി ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ സംസാരം എന്നതിൽ ഖേദിക്കുകയാണ്. അങ്ങയുടെ സന്ദേശയാത്രയിൽ സ്വന്തം സംഘടനയിൽപ്പെട്ടവർ തന്നെ വിട്ടുനിന്നതിൽ, ഐക്യമില്ലാതെ പോയതിൽ, മൂപ്പളമ നോക്കി വിട്ടുനിന്നതും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കടിപിടി കൂടിയതും കണ്ടപ്പോൾ വേദനിച്ചവരാണ് ഞങ്ങളൊക്കെ. തങ്ങളുപ്പാപ്പയെ അംഗീകരിക്കാത്തതിൽ വളരെയേറെ സങ്കടപ്പെട്ടവരായിരുന്നു. ആ തങ്ങളുപ്പാപ്പ തന്നെ ഐക്യത്തോടെ സന്തോഷത്തോടെ കഴിയുന്ന ഈ വേളയിൽ അനൈക്യത്തിന്റെ വിത്ത് പാകുന്ന രൂപത്തിലുള്ള അങ്ങയെ എതിർത്തുകൊണ്ടിരിക്കുന്ന സുഹാബികൾക്ക് സന്തോഷകരമാകുന്ന വിധത്തിലുള്ള മറ്റു പുത്തൻവാദികൾക്കും യുക്തിവാദികൾക്കും സന്തോഷകരമാകുന്ന രൂപത്തിലുള്ള അങ്ങയുടെ ആ സംസാരം വളരെയേറെ വേദനയുണ്ടാക്കിയെന്ന് പറയാതിരിക്കാൻ വയ്യ. നമുക്ക് ആ വാക്കുകളിലേക്കൊന്ന് പോകാം. നമ്മളെ ഈ സദസ്സുകൾ എന്നൊക്കെ പറഞ്ഞാല് നമ്മുടെ സമ്മേളനങ്ങളോ അതൊന്നും ആർക്കും എന്തും രാഷ്ട്രീയം പറയാനുള്ളതല്ല. ഞാൻ മുമ്പ് ഓർമ്മിപ്പിച്ചു, അങ്ങയുടെ യാത്രയിൽ ആരൊക്കെയോ രാഷ്ട്രീയം പറഞ്ഞപ്പോൾ അങ്ങ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇത് രാഷ്ട്രീയം പറയേണ്ട വേദിയല്ല, ഇത് സമസ്തയുടെ വേദിയാണ്, ഇവിടെ സമസ്തയെ കുറിച്ച് പറയണം, സുന്നി ആശയത്തെ കുറിച്ച് പറയണം, സമസ്തയുടെ നേട്ടങ്ങൾ എടുത്തു പറയണം, അല്ലാതെ രാഷ്ട്രീയക്കാരുടെ രാഷ്ട്രീയം വിളമ്പാനുള്ള വേദിയല്ല ഈ വേദിയെന്ന് തങ്ങളുപ്പാപ്പ EK സമസ്തയുടെ മുമ്പുള്ള നേതാക്കളിൽ നിന്നൊക്കെ വേറിട്ട് നിന്നുകൊണ്ട് ധൈര്യസമേതം ഈ കാര്യം പറഞ്ഞപ്പോൾ വളരെയേറെ സന്തോഷിച്ചവരാണ്, അങ്ങയെ അഭിനന്ദിച്ചവരാണ് ഞങ്ങളൊക്കെ. 1989 ശൈഖുന കാന്തപുരം ഉസ്താദ് സമസ്ത എന്തിനു വേണ്ടിയാണോ പുനർസംഘടിപ്പിച്ചത് ആ ഒരു നിലപാടിലേക്ക് ജിഫ്രി തങ്ങളും എത്തിയിരിക്കുന്നു. രാഷ്ട്രീയക്കാരുടെ പാവകളായി അവർ പറയുന്നതിനനുസരിച്ച് കുരങ്ങിനെ പോലെ ആടാനും ചാടാനുമുള്ളവരല്ല സമസ്തയും അതിന്റെ പണ്ഡിതന്മാരുമെന്ന് ശൈഖുന കാന്തപുരം ഉസ്താദ് പറഞ്ഞതുപോലെ അതിനെ അനുസ്മരിക്കുന്ന രൂപത്തിലാണ് തങ്ങളുപ്പാപ്പയുടെ സംസാരമെന്ന് കേട്ടപ്പോൾ വളരെയേറെ സന്തോഷിച്ചിട്ടുണ്ട്.
അത് പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മളെ യാത്രയിൽ ആരോ ചിലർ രാഷ്ട്രീയ സ്വഭാവത്തിൽ ചില സ്ഥലത്തൊക്കെ പ്രസംഗിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് അതിനുള്ള വേദിയല്ല. ഇവിടെ വന്ന് സമസ്തനെ പറ്റി പറയാം, സമസ്തന്റെ ഗുണങ്ങളുണ്ടെങ്കിൽ പറയാം, രാഷ്ട്രീയം പറയാൻ നമ്മളെ വേദി പറ്റൂല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മളെ വേദിയിൽ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. വേറെ എവിടെയൊക്കെ ഉണ്ടായത് കേൾക്കുന്നുണ്ട്, എന്താവട്ടെ. തങ്ങളെ നമ്മുടെ വേദിയിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തങ്ങൾ പറഞ്ഞത് ചെറിയൊരു വൈരുദ്ധ്യമായി തോന്നുകയാണ്. കാരണം ആരൊക്കെയോ രാഷ്ട്രീയം പറഞ്ഞതുകൊണ്ടാണല്ലോ അങ്ങക്ക് ഇത് അതിനെ പറ്റിയ വേദിയല്ല എന്ന് പറയേണ്ടി വന്നത്. ശൈഖുനാ കാന്തപുരം ഉസ്താദ് ഈ കേരള യാത്രയിൽ പറഞ്ഞ അതേ വാചകം തന്നെയാണ് അങ്ങയും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏതായാലും നമ്മളെ ഇത് വളരെ ദീനിയാവുന്നതായ ഒരു സ്വഭാവമാണ് നമ്മളെ യാത്രക്കൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ സുന്നത്ത് ജമാഅത്തിനെ പറ്റിയും അതുപോലെ ദീനികമായ കാര്യങ്ങളാണ് നമ്മൾ പ്രസംഗിച്ചത്. അവിടെ വന്ന രാഷ്ട്രീയക്കാരൊക്കെ പ്രസംഗിച്ചത് സമസ്തനെ സംബന്ധിച്ചാണ്. സമസ്തന്റെ വലുപ്പവും മണ്ണൊക്കെയാണ് എല്ലാവരും പറഞ്ഞത്. അപ്പൊ അതാണ് നമ്മളെ വിജയം എന്നുള്ളത്. വന്നവരൊക്കെ സമസ്തനെ പറ്റി പറയാം, അവരെ ആശയങ്ങളോ അല്ലെങ്കിൽ അവർക്കുള്ള രാഷ്ട്രീയ സ്വഭാവങ്ങളൊന്നും പറയാനല്ല നമ്മളെ വേദി ഉപയോഗപ്പെടുത്തിയത്. അതിന് ആർക്കോട്ട് സാധിക്കില്ല. ആ സദസ്സിക്ക് അങ്ങനത്തതായ ഒരു പ്രൗഢിയും ഒരു പുണ്യമൊക്കെ ഉണ്ട്. നമ്മൾ അറിയാത്ത ആളുകൾ അതിനെന്താവും തടുത്തുകൊണ്ടേ നിൽക്കും, മഹാന്മാരാവുന്ന മശായഖന്മാർ. അതുകൊണ്ട് നമ്മളതിൽ അങ്ങനത്തെ ഒന്നും അനുഭവപ്പെട്ടില്ല. പിന്നെ വേറെ എവിടെ അനുഭവപ്പെട്ടു ഇല്ല എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അത് എന്തോ ആവട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൊട്ടൊക്കെ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. വേറെ എവിടെയോ അനുഭവപ്പെട്ടു എന്ന് കേരള യാത്രയെ സംബന്ധിച്ച് ആരോ തങ്ങൾക്ക് പറഞ്ഞു തന്ന, അതായത് വീണ്ടും കുത്തിത്തിരിപ്പുമായി സുഹാബികൾ കറങ്ങി നടക്കുന്നുണ്ടെന്ന് തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. തങ്ങളുടെ യാത്രയെ അലോസരപ്പെടുത്താൻ വേണ്ടി, തങ്ങളുടെ യാത്രയെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ആരൊക്കെയോ ശ്രമിച്ചിട്ടുണ്ടെന്ന് തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർ ഓതിത്തന്നതാണോ കേരള യാത്രയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് തങ്ങളോട് പറയാൻ? എങ്കിൽ തങ്ങളെ അത് വേണ്ടായിരുന്നു. തങ്ങൾ പറഞ്ഞതുപോലെ സന്ദേശയാത്രയിൽ ആരൊക്കെയോ രാഷ്ട്രീയം പറഞ്ഞു. ആ രാഷ്ട്രീയം പറയൽ ഇവിടെ ആവശ്യമില്ല, അത് അതിനുള്ള വേദിയല്ല എന്നാണ് തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല? അത് വേറെ ഏതോ സംഘടനയിലാണ്, വേറെ ഏതോ യാത്രയിലാണ് എന്ന് കേരള യാത്രയെ സൂചിപ്പിച്ചുകൊണ്ട് പറയേണ്ടിയിരുന്നില്ല. അതിൽ വല്ലാത്ത വേദനയുണ്ട്. കാരണം അങ്ങയുടെ സന്ദേശയാത്രയിൽ ഉണ്ടായത് പോലും കേരള യാത്രയിൽ ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രി മുമ്പ് കാലത്ത് വർഗീയ കലാപങ്ങൾ ഉണ്ടായി, അവിടെ മുസ്ലിം പള്ളി സംരക്ഷിച്ചതും മുസ്ലിമീങ്ങളെ സംരക്ഷിക്കാൻ CPM-കാര് വന്ന ചരിത്രവുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷമെന്ന നിലക്ക് VD സതീശൻ അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞു. ശൈഖുനാ കാന്തപുരം ഉസ്താദ് ആ വേദിയിൽ വെച്ച് രമേശ് ചെന്നിത്തലയെ ഇരുത്തിക്കൊണ്ട് തന്നെ പറഞ്ഞു, ഇത് രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ഒരു വേദിയായി ആരും കാണരുതെന്ന്. അത് CPM-നോടോ കോൺഗ്രസിനോടോ മാത്രമല്ല, എല്ലാവരോടും കൂടി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, മുഴുവൻ രാഷ്ട്രീയക്കാരോടും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മാത്രവുമല്ല, തങ്ങൾ അവരുടെ സന്ദേശയാത്രയിൽ സുന്നത്ത് ജമാഅത്ത് പറഞ്ഞതിനേക്കാൾ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് കേരള യാത്രയിൽ തന്നെയാണ്. അങ്ങ് വ്യക്തിപരമായി ചില നീക്കുപോക്കുകളിൽ പുത്തൻ പ്രസ്ഥാനക്കാരുമായി ഇടപെടാമെന്ന് പറഞ്ഞത് പോലും കേരള യാത്രയിൽ പറഞ്ഞിട്ടില്ല. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പുത്തൻവാദികളുമായി അകന്നു നിന്നാൽ എങ്ങനെയാണ് മനുഷ്യർക്കൊപ്പമാകുക എന്ന ചോദ്യത്തിന് വിശുദ്ധ ഖുർആൻ മൃഗത്തെക്കാൾ അധപ്പതിച്ച 2 കാലുള്ള മനുഷ്യന്മാരെന്ന് പറയുന്നവരുണ്ട്. അവരോടൊപ്പം നിൽക്കാൻ പറ്റില്ല. മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞാൽ അനീതി ചെയ്യുന്ന മനുഷ്യർക്കൊപ്പം നിൽക്കണമെന്നല്ല, ഇസ്ലാമിനെ തകർക്കുന്നവരുടെ കൂടെ നിൽക്കണമെന്നല്ല. നേരെ മറിച്ച് ഇസ്ലാമിനെ തകർക്കുന്നതിനെ പ്രതിരോധിക്കാനും അനീതി കാണിക്കുന്നവരെ നേർവഴിയിലേക്ക് കൊണ്ടുവന്ന് ഒപ്പം ചേർക്കലുമാണ് മനുഷ്യർക്കൊപ്പം എന്നതിന്റെ ഉദ്ദേശം. അപ്പോൾ ഇവിടുത്തെ പുത്തൻവാദികൾ ദീനിനെ തകർക്കുകയാണ്. മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ദീനിനെ തകർക്കാൻ അവരോടൊപ്പം
കൂട്ടുനിൽക്കുക എന്നതല്ല മനുഷ്യർക്കൊപ്പം എന്നതിന്റെ അർത്ഥം. അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അവരെയും പാകമാക്കിയെടുക്കുക, അവരുടെ വികലമായ ആശയങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കലാണ് മനുഷ്യർക്കൊപ്പം എന്നതിന്റെ ഉദ്ദേശമെന്ന് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അങ്ങ് ചില നീക്കുപോക്കുകളിൽ അവരോടൊപ്പം നിൽക്കാമെന്ന് പറഞ്ഞതായി കേട്ടു. എന്നിട്ട് പോലും തങ്ങളെക്കുറിച്ച് ഒരക്ഷരം കേരള യാത്രയിൽ മിണ്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നിലവിലുള്ള ഐക്യം, നിലവിലുള്ള സന്തോഷം അത് തകരരുത് എന്ന ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് ഭംഗം വരുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ ജിഫ്രി തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതിൽ ഖേദിക്കുകയാണ്. ഇനിയും അങ്ങയുടെ ഭാഗത്ത് നിന്ന് അതുണ്ടാവില്ല എന്ന് വളരെ താഴ്മയോടെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. സുന്നികൾ ഐക്യപ്പെട്ട നല്ലൊരു പുലരിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.